അസ്സലാമു അലൈക്കും ഗായ്സ്. ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് ഞാൻ അറബി പഠിച്ചത്, എനിക്കെങ്ങനെ അറബി ഈസിയായി പഠിക്കാൻ പറ്റി എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പം അത് നിങ്ങളിലേക്കും ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ എങ്ങനെയാണ് ഈസി ആയിട്ട് അറബി പഠിച്ചത്? ഈസി ആയിട്ടൊന്നുമല്ല, എന്നാലും നമുക്ക് പറയുമ്പോൾ ഈസി എന്നൊക്കെ പറയും. ഞാൻ ചെറുതിൽ തന്നെ അറബി മദ്രസയിലൊക്കെ പോയി പഠിച്ചിരുന്നു. പക്ഷേ അത് എന്ന് വെച്ചാൽ ഞാൻ പിന്നെ വിചാരിച്ചിരുന്നില്ല ഞാൻ അറബിയാണ് കൂടുതലായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ അറബിയിൽ ഡിഗ്രി ചെയ്യും, PG ചെയ്യുമെന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷേ ആ ഒരു സമയത്ത് കുറച്ച് അത്യാവശ്യം വായിക്കാനും എഴുതാനൊക്കെ പഠിച്ചിരുന്നു. പിന്നീട് 10th ഒക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാൻ മെയിനായിട്ട് അറബി ആ ഒരു സബ്ജക്റ്റ്, ആ ഒരു കോഴ്സാണ് +2 എടുത്തത്. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് അറബി ജസ്റ്റ് എഴുതാനും വായിക്കാനും മാത്രമേ അറിയായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ +2 സെക്കൻഡ് ഇയറിൽ +2ന് ഫുൾ അറബിയിൽ തന്നെയാണ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. അറബി സബ്ജക്റ്റ് കംപ്ലീറ്റ് അറബിയിൽ തന്നെ എഴുതണം. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് തീരെ അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ ഓരോ ദിവസമായിരുന്നു പുതിയ പുതിയ വേർഡ്സുകളും അതുപോലെ ചാപ്റ്റേഴ്സും ലെസൺസും ഒക്കെ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. രാത്രിയൊക്കെ ഇരുന്ന് പഠിച്ചു. അങ്ങനെയാണ് എനിക്ക് അറബി കൂടുതലായിട്ട് പഠിക്കാൻ കഴിഞ്ഞത്. പക്ഷേ ആ ഒരു +2ൽ മാർക്സ് വലിയ മാർക്സൊന്നുമില്ല, ജസ്റ്റ് പാസ് മാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഡിഗ്രിയും അതുപോലെ തന്നെ ജോയിൻ ചെയ്തു. BA അറബിക്ക് തന്നെയാണ് എടുത്തത്. അപ്പോൾ ആ ഒരു ടൈമിൽ അറബിയോട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പഠിച്ചു പോയി. ആ ഒരു സമയത്ത് അവിടെയും അറബി തന്നെയായിരുന്നു കംപ്ലീറ്റ്. ഇംഗ്ലീഷ് സബ്ജക്ട്സും ഉണ്ട്, ബട്ട് അറബിയാണ് കൂടുതലായിട്ട്. ഗ്രാമേഴ്സും പിന്നെ ഹിസ്റ്ററിയും അങ്ങനെ കുറേ ആയിട്ട് അറബി തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ കുറച്ചായിട്ടാണ് പഠിച്ചിരുന്നത്. പുതിയ വാക്കുകൾ അറബിയിൽ ഉള്ളതൊക്കെ ഞാൻ നോട്ട്സായിട്ട് എഴുതി വെക്കും, അത് പഠിക്കും. അങ്ങനെ എക്സാമിന് മുന്നേ സ്റ്റാർട്ട് ചെയ്യും പഠിക്കാനും. അപ്പോൾ ആ ഒരു പാസ് ചെയ്യണം, ഡിഗ്രി പാസ് ചെയ്യണം എന്നുള്ളതിൽ വേണ്ടിയിട്ട് അതിന് വേണ്ടി എഫേർട്ട് ഇട്ടിട്ട് രാത്രിയൊക്കെ ഇരുന്ന് പഠിച്ചിരുന്നു. എക്സാമിൻ്റെ അന്ന് ഒരു ടെൻഷനായിരുന്നു. എക്സാം നല്ലതിൽ എഴുതണം എന്നുള്ളതിൽ, അങ്ങനെ എങ്ങനെയെങ്കിലും ജയിക്കണം എന്നുള്ളതിൽ കഷ്ടപ്പെട്ട് പഠിച്ചു. പക്ഷേ ഇഷ്ടമുണ്ടായിരുന്നു ആ ഒരു ലാംഗ്വേജിനോട്, അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റും. അപ്പം എനിക്ക് ആ ഒരു ലാംഗ്വേജ് ഇഷ്ടമായത് കൊണ്ടാണ് ആ ഒരു ടൈമിൽ എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റിയത്. അപ്പം നിങ്ങളും ഇതേപോലെ അറബി അല്ലെങ്കിൽ വേറെ ഏത് ലാംഗ്വേജാണ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനോട് ഫസ്റ്റ് ഒരു ഇഷ്ടം കൊണ്ടുവരിക. അതിന് ശേഷം അത് പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഇഷ്ടം മാത്രം പോരാ, അതിൻ്റെ കൂടെ കുറച്ചുകൂടി എഫേർട്ട് ഇടുക. ഡെയിലി കുറച്ചായിട്ട് പഠിക്കാം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പഠിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പം ഇഷ്ടത്തോടു കൂടി പഠിക്കുമ്പോൾ നമുക്കൊന്നും കൂടി നന്നായിട്ട് പഠിക്കാൻ കഴിയും. പിന്നെ ഡെയിലി കറക്റ്റ് നന്നായിട്ട് പഠിക്കുക, സ്റ്റോപ്പ് ചെയ്യാണ്ട് പഠിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ മാത്രമേ ബെറ്ററായിട്ട് ഒന്നുകൂടി നന്നായി പഠിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പം അത് ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. ഇനി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, യൂസ്ഫുള്ളാണെന്ന് വിചാരിക്കുന്ന വീഡിയോ. ഓക്കെ, താങ്ക് യു, ബൈ.